Okay, I'm ready. And okay, now like okay. Look at my eyes. Look at my eyes. Look at my eyes. Take it. Okay. Take a deep breath. Okay. Sleep. ഇനി കണ്ണു തുറക്കുമ്പോ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന ദേവു കാണുന്നത് അമ്മയുടെ അമ്മയായിട്ടാണ്. നോക്കാവോ മമ്മ അവിടെ ഉണ്ട്. ഇതാരാ നോക്കിയേ. അയ്യോ. ഇനി കണ്ണു തുറക്കുമ്പോ റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന ഞാൻ എന്നെ കാണുന്നത് മോഹൻലാലായിട്ട് ലാലേട്ടനായിട്ട് കാണാം. റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന നമസ്കാരം ഗൈസ്, വെൽക്കം ടു ചായ് ടോക്സ്. ഇറ്റ്സ് വൈബ് ഗുഡ്. ഇത്തവണത്തെ ചായ് ടോക്സിൽ പോഡ്കാസ്റ്റ് നമ്മുടെ വിശേഷങ്ങൾ അറിയാനും ചില കാര്യങ്ങൾ ചോദിക്കാനുമായിട്ട് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ആരാന്നറിയാമോ? മെന്റലിസ്റ്റ് ആയ മല്ലു മെന്റലിസ്റ്റ്. ആക്ച്വലി ഒരുപാട് മെന്റലിസ്റ്റുകൾ ഉണ്ട് ഇപ്പൊ നമുക്ക് അല്ലെ. എവിടെ നോക്കി കഴിഞ്ഞാൽ മെന്റലിസ്റ്റിനെ മുട്ടിയിട്ട് വയ്യ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ എങ്ങനെ വിഷ്ണു എന്ന് പറയുന്ന മല്ലു മെന്റലിസ്റ്റ് ഈ ഒരു ഫീൽഡിലോട്ട് എത്തി, എന്തൊക്കെയാണ് ട്രിക്സ്, ഇന്ന് മെന്റലിസം കാണിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള സൂപ്പർ ഡൂപ്പർ എക്സൈറ്റഡ് ആണ് ഞാനും. അപ്പൊ നമുക്ക് വിശേഷങ്ങൾ ചോദിച്ചറിയാം. നമസ്കാരം. നമസ്കാരം. ശ്വാസം മുട്ടുന്നുണ്ടോ? ഇല്ല. ഓക്കെ പറയൂ. ഓക്കെ ഫൈൻ. ഒരു ഗ്രേറ്റ് ഇൻട്രോ കണ്ടപ്പോ നോക്കിയിരുന്നതാണ്. ഓ അങ്ങനെ, ഇതൊക്കെ എന്ത് നിസ്സാരം. ചിൽ ചിൽ. ഓക്കെ, സുഖമായിട്ടിരിക്കുന്നോ? സുഖം. ഓക്കെ, അപ്പം ഇവിടെയും സുഖമായിട്ട് പോകുന്നു. ക്രിസ്മസിന്റെ ഒരു മുകളിലോട്ടൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മള് ആക്ച്വലി കുറച്ചായി ലൈനപ്പിൽ ഇങ്ങനെ നിൽക്കുന്നു അല്ലെ. കോൺടാക്ട് ഇന്നാണ് ശരിക്കും ഡയറക്റ്റ് കാണാനായിട്ടുള്ള ഇരിക്കാൻ പറ്റിയത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലോട്ട് എത്തിയത്? എന്തായിരുന്നു എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട്? ഈ ഒരു സംഭവത്തിലേക്ക് എത്തിയതിന്റെ ഒരു ജേർണി ഒന്ന് പറയാമോ? എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട്, ഞാൻ MBA ഗ്രാജുവേറ്റ് ആണ്. ഞാൻ അമൃതയിലാണ് പഠിച്ചത്. MBA കഴിഞ്ഞു. അത് കഴിഞ്ഞ് ടെക് ആയിരുന്നു. ഇൻഫോ പാർക്കിൽ ഒരു 3 year വർക്ക് ചെയ്തു. പിന്നെ ബോറായി തുടങ്ങി. പിന്നെ ഞാൻ രണ്ടുപേർക്കും കമ്പനിക്ക് എന്നെ കൊണ്ടും എനിക്ക് കമ്പനിക്ക് കൊണ്ട് ഉപയോഗമില്ല ഞങ്ങൾ ഇറങ്ങി. അപ്പൊ എനിക്ക് പേഴ്സണലി മടുത്തു, വർക്ക് മടുത്തു. കാര്യം സെയിം ജോബ് റിപ്പീറ്റ് ചെയ്യണം അത്ര ഈസി അല്ല. പിന്നെ ആകെയുള്ള സന്തോഷം മാസം വരുന്ന ശമ്പളം അല്ലെ, അതാണല്ലോ നമുക്ക് ഏറ്റവും. അപ്പൊ അത് ഓക്കെ ആയിരുന്നു. പിന്നെ 3 year വർക്ക് ചെയ്തപ്പോ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളായിരുന്നു ആൾക്കാർ മുമ്പിൽ പെർഫോം ചെയ്യുക. എന്റെ കോളേജ് ഡേയ്സ് ചെയ്യും. പിന്നെ അന്ന് ഞാൻ നോക്കുമ്പോ അന്ന് ഇൻസ്റ്റാഗ്രാമോ കാര്യങ്ങളൊന്നും ഇത്ര ആക്റ്റീവ് അല്ല. പിന്നെ ഉണ്ടായത് എനിക്ക് ടിക്ടോക്ക് ആണ്. ഞാൻ അത്ര ടിക്ടോക്ക് പേഴ്സൺ ആയിരുന്നില്ല. പിന്നെ ഞാൻ ഇൻഫോ പാർക്കില് ബോറടിച്ചു തുടങ്ങിയപ്പോഴാണ് വീഡിയോ ചെയ്തത്. അപ്പൊ എന്റെ കുറെ ഫ്രണ്ട്സിനെ അറിയായിരുന്നു ഞാൻ ഇങ്ങനെ ചെയ്യും. ഫ്രണ്ട്സ് ആണ് നമ്മുടെ തന്നെ ചെയ്യും. കുറച്ച് വീഡിയോസ് ഒക്കെ ക്ലിക്കായി. അപ്പൊ പിന്നെ ഇതിലേക്ക് മാറി. അപ്പൊ മെയിൻ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഫ്രണ്ട്സ് ആണ്. മെയിൻ മോട്ടിവേഷൻ സമാധാനമാണ്. ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക. ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യാൻ ഇപ്പൊ ഫ്രണ്ട്സ് സപ്പോർട്ട് ചെയ്തു പറഞ്ഞു. ഫ്രണ്ട്സ് സപ്പോർട്ടാണ്. നമുക്ക് മോട്ടിവേഷൻ എന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യുക. ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യാന്ന് പറഞ്ഞ മോട്ടിവേഷൻ. ഞാൻ പറഞ്ഞത് ഓക്കെ, ജോലി ചെയ്ത് മടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രണ്ട്സിന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടുമല്ലോ. ഓക്കെ, ഇതാണ് ശരിക്കും സുശീൽ എന്നുള്ളൊരു വൈബ് കിട്ടുമല്ലോ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പൊ ഡെയിലി ലൈഫ് എങ്ങനെയാണ് ആസ് എ മെന്റലിസ്റ്റ്? ഇപ്പൊ നമുക്ക് നമ്മുടെ പ്രൊഫഷൻ വൈസ് ഒരു പ്രോപ്പർ സ്ട്രക്ചേർഡ് അല്ല. അപ്പൊ നമുക്ക് എന്താണ് നമ്മുടെ ക്ലൈൻറ്റ് എന്താണ് നമുക്ക് അവര് വരുന്ന സമയത്തിനനുസരിച്ച് സെറ്റ് ചെയ്യുക. ഇന്നിപ്പോ ഇവിടെ ഷെഡ്യൂൾ ചെയ്ത കാര്യങ്ങൾ പക്കയായിട്ട് പോവുക. അപ്പൊ അത്രേ ഉള്ളൂ. കൂടുതൽ സമയം ഉറക്കവും രാവിലെ. ഉച്ചക്കാണ് ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ഇവന്റ്സ് ആണെങ്കിലും എപ്പോഴും ഈ വൈകിട്ടായിരിക്കുമല്ലോ. അപ്പൊ രാത്രി കൂടുതലാണ്. നൈറ്റ് പേഴ്സൺ ആണ്. ഓക്കെ, അപ്പം ഇതില് ഒരുപാട് സ്റ്റേജ് പെർഫോമൻസ് ചെയ്തിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഏറ്റവും ലൈക്ക് ആ ഒരു ഫസ്റ്റ് സ്റ്റേജ് പെർഫോമൻസ് അത് എന്താണ് ചെയ്തത്? ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു എക്സൈറ്റ്മെന്റ്, അതേപോലെ ഇത്രയും ഈ ഒരു എക്സ്പീരിയൻസ് ഇതില് കൂടുതൽ ഹൈലൈറ്റ് എപ്പോഴും മൈൻഡിൽ കൊണ്ടു നടക്കുന്ന ഒരു മൊമെന്റ്, അല്ലെങ്കിൽ ആ ഒരു ആരുടെ കൂടെയാണ് ആ ഒരു മെന്റലിസം ഇത് ചെയ്തതിന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം? ഫസ്റ്റ് ചെയ്ത് ഓഫ് കോഴ്സ് നമുക്ക് സ്പെഷ്യൽ ആയിരിക്കും. ഞാൻ എൻ്റെ ഒരു പഠിപ്പിച്ചൊരു സാറിനെ ഇങ്ങനെ പെർഫോം ചെയ്ത് കാണിച്ചു പണ്ട്. അപ്പൊ അന്ന് സാർ എനിക്കൊരു രൂപയുടെ നോട്ടൊക്കെ തന്നു. ഞാൻ ഇപ്പോഴും അത് കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്കത് ഭയങ്കര ഒരു സന്തോഷമുള്ള ഫസ്റ്റ് ചെയ്തത്. പിന്നെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഞാൻ ലാസ്റ്റ് ഇപ്പൊ കൊച്ചിയില് ഒരു ഗവൺമെന്റിന്റെ പ്രോഗ്രാം ഉണ്ടായി, അർബൻ കോൺക്ലേവ് എന്ന് പറഞ്ഞ. അപ്പൊ കുറെ അമ്മമാരാണ് അവിടെ നമ്മുടെ ഓഡിയൻസ്. അത് ഭയങ്കര സ്പെഷ്യലാണ്. ബിക്കോസ് ഞാൻ അങ്ങനെ പെർഫോം ചെയ്തിട്ടുണ്ടായില്ല. ഒരു മിക്സഡ് ഓഡിയൻസ് ആണല്ലോ ഇവിടെ, കൂടുതൽ അമ്മമാരും കാര്യങ്ങൾ. അപ്പൊ അവരുടെ ഒരു എന്താ പറയാ, അവരുടെ ഒരു കയ്യിൽ നിന്ന് വരുന്ന ഒരു എക്സ്പ്രഷൻസും ചിരികളും എനിക്ക് ഭയങ്കര
മനസ്സിലായി. ഇപ്പൊ ഞാൻ നേരത്തെ ഇൻട്രോയില് പറഞ്ഞ പോലെ ഒരുപാട് മെന്റലിസ്റ്റ് നമുക്കും റീൽസ് ഒക്കെ നോക്കിയാൽ ഇഷ്ടം പോലെ ആൾക്കാർ യൂട്യൂബിലൊക്കെ ഉണ്ട്. ആൾക്ക് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ ഈ ടിക്ടോക്ക് ആയിരുന്നു, അതേപോലെ മെന്റലിസം അല്ലെങ്കിൽ മെന്റലിസ്റ്റ് എന്ന് പറയുന്ന സംഭവത്തിന് അത്ര ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നില്ല, വളരെ കുറവായിരുന്നു. പക്ഷെ ഇപ്പൊ ഒരുപാട് ആൾക്കാരുണ്ട് അല്ലെ. അപ്പൊ അതൊരു കോമ്പറ്റീഷൻ ലെവലായിട്ട് വരുന്നുണ്ടോ? അതേപോലെ തന്നെ ഓവർ ആയിട്ടുള്ള ലൈക്ക് ഒരു മിസ്യൂസിങ്ങോ അങ്ങനെയുള്ള സംഭവങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടോ? അതൊരു ഒരു എതിരാളി എന്നുള്ള രീതിയിലോ ടഫാണോ? എന്താണ് ഇപ്പൊ കറണ്ട് അവസ്ഥ ഇതിന്റെ? അങ്ങനെ ഇപ്പൊ എന്റെ ഒരു പെർസ്പെക്റ്റീവ് എന്ന് വെച്ചാൽ മിസ്യൂസ് കാര്യങ്ങളുണ്ട്, ഇല്ലാന്ന് പറഞ്ഞാൽ അത് ഒരു കള്ളമായി പോകും, ഒരു ചീപ്പായി കളഞ്ഞു കുറച്ച് കാര്യങ്ങൾ. പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാത്തിലും ഇല്ല ഈ ഫീൽഡ്. ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിൽ ഏത് മേഖലയിലും എനിക്ക് തോന്നുന്നു ആര് ചോദിച്ചാലും ഇൻഫ്ലുവൻസറാ അല്ലെ. പക്ഷെ അത് അവരുടെ ചോയ്സ് ആണ്, നമുക്ക് പറയാൻ പറ്റില്ല ഇത് ഞാൻ മാത്രം ചെയ്താൽ മതി. ഞാൻ അങ്ങനത്തെ പേഴ്സൺ അല്ല. ഞാൻ വിശ്വസിക്കുന്ന സംഭവിച്ചാൽ ഞാൻ ഈ ഏത് മേഖലയിൽ നിൽക്കണം അവിടെ നമുക്ക് ഇന്നോവേഷൻസ് വരണം അല്ലെ. കോമ്പറ്റീറ്റീവ് ആകുമ്പോൾ കുറച്ചും കൂടി ഇന്നോവേഷൻസ്. അതിപ്പോ പക്ഷെ ഏത് മേഖലയിലാണെങ്കിലും അവിടെ നിൽക്കണമെങ്കിൽ അത്ര ഈസി അല്ല. അതിപ്പോ ഇൻഫ്ലുവൻസറിന്റെ മേഖലയാണെങ്കിലും മെന്റലിസ്റ്റിന്റെ എല്ലാ രീതിയിലാണെങ്കിലും ടഫ് തന്നെയാണ്. അതുപോലെ തന്നെ പക്ഷെ എനിക്ക് തോന്നിയേക്കണ ഇപ്പൊ മെന്റലിസം എന്ന് പറഞ്ഞ് കുറെ പേര് കോഴ്സ് സെല്ല് ചെയ്യുന്നുണ്ട്. അതിനോട് എനിക്ക് അത്ര യോജിപ്പില്ല. കോഴ്സ് സെല്ല് ചെയ്യുന്നതിനല്ല, വരുന്ന പിള്ളേരൊക്കെ ഒരു 15, 18, 19 വയസ്സാണ്. ഒരു സെല്ല് ചെയ്യുന്ന വെച്ചാൽ കുറച്ച് മാജിക് ട്രിക്സ് ആണ് ഇവര് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അത് പഠിപ്പിക്കുന്നവർക്കും ഗുണമില്ല, പഠിക്കുന്നവർക്കും ഗുണമില്ല. അപ്പൊ അത് എന്റെ ഒരു ഇതല്ല. പക്ഷെ അത് മാനിപ്പുലേറ്റ് ആവുന്ന രീതിയിലൊരു സംഭവമാണ്. ആക്ച്വലി ഇത് മെന്റലിസം എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ നേരത്തെ മല്ലു പറഞ്ഞ പോലെ തന്നെ ഒരു പ്യൂർലി മാജിക്കൽ ആണോ, അതല്ലെങ്കിൽ ഒരാളുടെ മൈൻഡ് റീഡിംഗ് ആണോ, സൈക്കോളജി അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവമാണോ? എന്താണ് ആക്ച്വലി ഇതിന്റെ ഒരു ബേസ് റൂട്ട് എന്ന് പറയുന്നത്? അത് കൈൻഡ് ഓഫ് മിക്സ് ആണ്. പ്രോപ്പർ ആയിട്ട് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ രണ്ടുപേരും കൂടി ഇരിക്കുകയാണ്, നമുക്ക് രണ്ടുപേരും കൂടെ കുറെ നേരം സംസാരിച്ച് ചെയ്യുമ്പോൾ കുറെ കാര്യങ്ങൾ നമുക്ക് അവിടെ പെർഫോം ചെയ്യാൻ എനിക്ക്. പക്ഷെ ഇതിപ്പോ ഞാൻ ഒരു സ്റ്റേജിൽ വന്നിരിക്കുകയാണെന്നിരിക്കട്ടെ, ലൈക്ക് ഒരു ഷോ ചെയ്യുവാണ്, നമ്മുടെ ഇടയിൽ ഇപ്പൊ ഞാൻ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു കാര്യം ഞാൻ പറയണതാണ്, അത് നിങ്ങൾക്ക് അതൊരു വാവ് മൊമെന്റ് ആയിരിക്കും. പക്ഷെ ഈ കാണുന്ന ഓഡിയൻസിന് അത്ര സുഖമായിരിക്കില്ല. കാര്യം നിങ്ങളുടെ ഇടയിൽ മാത്രം നടന്ന മൊമെന്റ്. അപ്പൊ കുറച്ച് മാജിക്കൽ ഉണ്ടെങ്കിലേ ആൾക്കാർക്ക് അത് എക്സൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, എക്സൈറ്റ്മെന്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ വിഷ്ണു ഇത് പഠിച്ചതാണോ? എനിക്ക് ആ സമയത്ത് കണക്ഷൻസും കാര്യങ്ങളുമാണ്. പിന്നെ നമ്മളൊരു മേഖലയിൽ നിൽക്കുമ്പോൾ എക്സ്പീരിയൻസ് കൊണ്ട് കുറെ കാര്യം ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം, പല കാര്യങ്ങള്. ഓക്കെ. അപ്പൊ പ്രൊഫഷണൽ വൈസ് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ചിലവർക്ക് ഇതിൽ ആഗ്രഹം വന്നിട്ട് മേ ബി റോങ് പേഴ്സണിന്റെ അടുത്തേക്കായിരിക്കും പോകേണ്ടത്. അപ്പൊ കുട്ടി മാജിക് ട്രിക്സ് ആക്ച്വലി ഇതിന്റെ ഒരു പ്രൊഫഷൻ ആയിട്ട് എടുക്കാൻ ആഗ്രഹമുള്ളവരോട് എന്താണ് ഒരു മെസ്സേജ് കൊടുക്കാനുള്ളത്? ലൈക്ക് അത് മാനിപ്പുലേറ്റ് ആവാത്ത രീതിയിൽ കറക്റ്റ് ഒരു ഫൈനൽ മെന്റലിസ്റ്റ് എന്നുള്ള ഒരു രീതിയിലേക്ക് എത്താനാണെങ്കിൽ എത്ര ടൈം എടുക്കും? എങ്ങനെയാണ് അതിന്റെ ഒരു ടൈം? നന്നായിട്ട് എടുക്കും, എളുപ്പമല്ല. ഒരു ഡേ വന്ന് നമ്മളിപ്പോ ഒരു സംഭവം ഇപ്പൊ നമുക്കൊരു വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മളെ പോലെ 10 വീഡിയോസ് വരുന്നുണ്ട് ഡെയിലി. പക്ഷെ അതുകൊണ്ട് ജീവിക്കാൻ പറ്റുമെന്ന് വെച്ചില്ല. സത്യമാണ് അത്. നമ്മൾ എന്റെ കൂടെ ഞാൻ എന്റെ അടുത്ത് കുറെ പേര് പോയിട്ട് പറയും നമ്മളിങ്ങനെ കോഴ്സ് ചെയ്തു, ഞാൻ പറഞ്ഞ നല്ല കാര്യം, പക്ഷെ ഇത് നമുക്ക് ഷോ വരുന്നില്ല അല്ലെങ്കിൽ പ്രോഗ്രാംസ് വരുന്നില്ല. അത്ര ഈസി അല്ല കാര്യം. അതിൽ നല്ല ഷോസ് നടക്കുന്നുണ്ട്. ഞാനിവിടെ ഈ മേഖലയിൽ നിൽക്കുമ്പോൾ എനിക്കറിയാം ഇവിടെ കേരളത്തിൽ എസ്പെഷ്യലി തിയേറ്റർ ഷോസിന് അത്ര അക്സെപ്റ്റൻസ് ആയിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബിക്കോസ് ഇപ്പോഴും കേരളത്തിലുള്ളവർ ഇതൊരു പെർഫോം ചെയ്യുമ്പോൾ ഇതിലെന്താ കള്ളത്തരം എന്ന് കണ്ടുപിടിക്കാനിരിക്കണം. അല്ലാതെ ആ ഒരു ആർട്ടിനെ എൻജോയ് ചെയ്യുന്നവർ ഭയങ്കര കുറവാണ്. ഓഫ് കോഴ്സ്. അത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു സ്റ്റേജിൽ ഇരിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാളുടെ മൈൻഡ് റീഡ് ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് മറ്റു ആളുകൾക്ക് അത് ചിലപ്പോൾ കണക്ട് ആവണമെന്നില്ല. അപ്പോ കേരളത്തിൽ പിന്നെ എങ്ങനെയാണ് എന്നുള്ള ഒരു സംഭവത്തിന്റെ പുറകെയാണല്ലോ കൂടുതലും പോകുന്നുണ്ടാവുക. ഇപ്പോ കറന്റ്ലി എന്താണ് യുവർ ബേസിക് പ്ലാൻ അല്ലെങ്കിൽ ഫ്യൂച്ചർ പ്ലാൻ? ഇത് കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ? എനിക്ക് കുറച്ചും കൂടെ ആളുകളിലേക്ക് എത്തിക്കുക ഈ ആർട്ടിനെ ഡിഫറെന്റ് ആയിട്ട്. എന്റെ ഷോയില് ഞാനും കൂടുതലും ഫൺ ടൈപ്പ് ആണ് അല്ലെ? യെസ്, എന്റെ കുറച്ചുകൂടെ കോൺവെർസേഷനിലാണ്. അപ്പൊ എന്റെ ഇപ്പൊ ഞാനിപ്പോ ഈ മേഖലയില് എന്നെ എല്ലാവർക്കും ഒന്നും അറിയില്ല, എന്നെ അറിയുന്നവരും ലിമിറ്റഡ് ആണ്. അപ്പൊ ഞാൻ എന്താണെന്നുള്ളത് ഞാൻ തിരിച്ചറിയണം. അല്ലാതെ ഞാൻ അവിടെ വന്നിട്ട് ഞാൻ വലിയ മെന്റലിസ്റ്റ് ആണെന്നിട്ട് കാര്യമില്ല. നമ്മുടെ കയ്യിലുള്ള സാധനം അല്ല, നമുക്ക് നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റിൽ എങ്ങനെ അടിപൊളിയാക്കാം എന്ന് വിശ്വസിക്കണം. അപ്പൊ എന്റെ കുറച്ചും കൂടെ കോൺവെർസേഷനിലാണ് ഷോ, കുറച്ചുകൂടെ ഫണ്ണായിട്ടാണ് ചെയ്യുന്നത്. ഫ്ലോപ്പ് മൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ടോ ഷോ ചെയ്യുന്ന സമയത്ത്? ഫ്ലോപ്പ് അല്ല, ഞാൻ ഉദ്ദേശിച്ചത് കളിയാക്കിയതല്ല. ബിക്കോസ് മിസ്റ്റേക്സ് എല്ലാവർക്കും പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പം ഉദ്ദേശിച്ച മാതിരി കണക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനോ അങ്ങനെയല്ല. ഇത് മെന്റലിസം എന്ന് പറയുമ്പോഴേ നമ്മളിപ്പോ പറഞ്ഞല്ലോ, നമുക്ക് റിസൾട്ട്
ഇതായിരിക്കും റിസൾട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, നമ്മളിപ്പോ ഞാനും നിങ്ങളും കൂടെ സംസാരിക്കുകയാണ്. അപ്പൊ നമ്മൾ രണ്ടുപേരും കൂടെ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കോൺവെർസേഷനിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ പോലും റിസൾട്ടിനെ അഫക്ട് ചെയ്യും. മനസ്സിലായി. ഞാൻ പറയുന്ന രീതികൾ അതാ ഞാൻ ചോദിച്ചത്. ഇപ്പൊ താഴെ നമ്മൾ നേരത്തെ ഒരു ഫോണിന്റെ ഒരു സംഭവം സംസാരിച്ചു ഇപ്പം ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആള് ഓക്കെ ഒരു കാരണവശാലും സമ്മതിച്ചു തരില്ല എന്നുള്ള ഒരു മൂഡിലാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ എങ്ങനെ ടാക്കിൾ ചെയ്യും? ലൈക്ക് ആദ്യം ആളോട് നമ്മളൊന്ന് സംസാരിക്കും, പിന്നെ നമ്മളും എല്ലാവരുടെ അടുത്തും പെർഫോം ചെയ്യാറില്ല. മനസ്സിലായി. ആ ചൂസ് ചെയ്യുന്ന ഒരു ഫാക്ടർ ഭയങ്കര ഇമ്പോർട്ടന്റ്. ബിക്കോസ് എന്താന്ന് വെച്ചാൽ ആളും നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആകുന്നുണ്ടോ. ബിക്കോസ് ആ ആർട്ടിനെ കാണാൻ ഇഷ്ടപ്പെടുന്നിടത്ത് പെർഫോം ചെയ്യുമ്പോഴല്ലേ നമുക്ക് സന്തോഷം. മനസ്സിലായി. ഓക്കെ, ഐ മീൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒന്നിനും ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. എന്നാലും കുറച്ചൊക്കെ എടുക്കാം എന്ന് വേണേ പറയാം. പിന്നെ ഒരു ബ്രേക്കപ്പ് കഥ കേട്ടു, നീ അവളെ ആക്ച്വലി അതല്ലേ സംഭവിച്ചത്? മെന്റലിസ്റ്റ് ഇല്ലില്ല, റിലേഷൻ അത് കഴിഞ്ഞു, അത് അത്രേ ഉള്ളൂ, കൂടുതലൊന്നും പറയാനില്ല മെന്റലിസ്റ്റിന്റെ. ഓക്കെ, അപ്പൊ നമുക്ക് ആക്ച്വലി മെന്റലിസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ, വിഷ്ണു ജേണി കാര്യങ്ങളെല്ലാം അറിഞ്ഞു. സോ ഹാപ്പി. ഇനി നമുക്കൊന്നൊരു മെന്റലിസം ട്രൈ ചെയ്യാം. ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ട്രൈ ചെയ്യാം. ഫോണൊന്നും തരാമോ? മൈ പേഴ്സണൽ ഫോൺ. ഇത് ഒരു പാറ്റേൺ ആണ് അല്ലേ? അതെ. ഇതൊരു കോംപ്ലിക്കേറ്റഡ് ആണോ അതൊരു സിമ്പിൾ വൺ ആണോ? അത് ആളനുസരിച്ചിരിക്കുമല്ലോ. അതെ 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 അതെ, ബട്ട് ഓക്കെ ആണ്. ആണല്ലേ? ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇമാജിൻ ചെയ്യണം. ഇപ്പൊ ഇത് വർക്ക് ആയില്ലെങ്കിലും നമുക്കിത് കട്ട് ചെയ്യാം. മനസ്സിലായി മനസ്സിലായി. ഓക്കെ, ബിക്കോസ് എന്നോട് ചോദിച്ചായിരുന്നല്ലേ ഇതിപ്പോ വർക്ക് ആവാതിരിക്കോ. അങ്ങനെ ഉണ്ടായ മൊമെന്റ്സ് ഉണ്ട്. ബിക്കോസ് നമ്മൾ രണ്ടുപേരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, കമ്മ്യൂണിക്കേഷൻ ശരിയായില്ലെങ്കിൽ ഓക്കെ വർക്ക് ആവില്ല. ഇതാണ് എന്റെ ജസ്റ്റ് പാറ്റേൺ. ഓക്കെ, ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിപ്പോ മൊത്തം ടോട്ടലിനകത്ത് 9 ഡോട്ട് ഉണ്ടല്ലോ. 9 ഡോട്ട് ഉണ്ട്. 1 2 3 4 5 6 7 8 9. അതൊന്നിങ്ങനെ ആലോചിക്കാവോ? അത് തിങ്ക് ചെയ്തോണ്ടിരിക്കാം. ജസ്റ്റ് ഇമാജിൻ ആ പാസ്വേഡ് ഇങ്ങനെ വരക്കുവാന്ന് വിചാരിക്കുക. ശരിക്കും വിചാരിക്കും ഇത് വിചാരിച്ചോ? ഞാൻ വിചാരിച്ചു, സത്യമായിട്ട് വിചാരിച്ചു. എന്റെ മുമ്പിൽ ആദ്യമായിട്ടാണ് ഒരാൾ വിചാരിക്കുന്നത്. ഉള്ളിന്ന് പറയട്ടെ, ഞാൻ വിചാരിച്ചു. ഞാൻ 3 പ്രാവശ്യം വരച്ചു നീ ചോദിച്ചപ്പോ തന്നെ. ആണോ? ഒന്നുകൂടെ ചിരിക്കോ? എല്ലാ ടൈപ്പ് ന്യൂസും ഉണ്ട്. ആദ്യമായിട്ടായിരിക്കും പോഡ്കാസ്റ്റിന് ഒന്നാളെ വെട്ടിക്കുന്നു. ഓക്കെ, ജസ്റ്റ് ഇമാജിൻ ഫോക്കസ്. ഓക്കെ, ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ ഫസ്റ്റ് ഡീറ്റ് ഇല്ലേ, ഫസ്റ്റ് ഡോട്ട്, ഫസ്റ്റ് പിച്ച് ചെയ്യുന്ന ഫസ്റ്റ് ഡോട്ട് ഉണ്ടല്ലോ. മേ ബി ടോപ്പില് 3 എണ്ണം ആവാം, മിഡിലാവാം, താഴെയാവാം, മൂലക്കലാവാം, എവിടെ വേണമെങ്കിലും ആവാം. ഓക്കെ, പറയണ്ട, അതൊന്ന് ഇമാജിൻ ചെയ്തോ. ജസ്റ്റ് നന്നായിട്ട് ഫോക്കസ് ചെയ്തിട്ട് ഒന്ന് വരക്കാവോ മനസ്സില്? ഇതല്ലേ? തുറന്നു. കറക്റ്റ് ആട്ടോ, സത്യം, സീരിയസ്ലി ഇതായിരുന്നു. സിമ്പിള്. ഓൾ ദ ബെസ്റ്റ് ഇട്ടാ എല്ലാവർക്കും. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ഇട്ടാ. സംഭവം കറക്റ്റ് ആയിരുന്നു, ലിറ്ററലി ട്രൂ ആയിരുന്നു സംഭവം. ജസ്റ്റ് ഒരു ലൈനായിരുന്നു. ഇതിപ്പോ ഒരു മെന്റലിസ്റ്റ് ഇങ്ങനെയാണോ പെർഫോം ചെയ്യാന്ന് ചോദിച്ചു. ഇങ്ങനെയല്ല, കോഴ്സ് അല്ല. നെക്സ്റ്റ് ടൈം നിങ്ങളൊരു മെന്റലിസ്റ്റിന്റെ അടുത്ത് ചെല്ലുമ്പോ നിങ്ങൾക്ക് ഈ എക്സൈറ്റ്മെന്റ് ഉണ്ടാവില്ല, ഗ്യാരണ്ടി. ബിക്കോസ് നിങ്ങൾ ഈ മേഖലയിലാവുകൊണ്ട് ഓഫ് കോഴ്സ് അറിയാം. എന്റെ മെത്തേഡ്സ് ഡിഫറെന്റ് ആണ്. പറഞ്ഞുതരാട്ടാ. ആക്ച്വലി ഇവിടെ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് മല്ലു മെന്റലിസ്റ്റിന്റെ ഒരു മെന്റലിസം എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് സ്ട്രെയിറ്റ് ഇനിയിപ്പോ ആ ഒരു എക്സ്പീരിയൻസിലോട്ട് പോവാം. ഓക്കെ, ഞാൻ ആങ്കർ ചെയ്ത് സൈഡിൽ ഇരിക്കണ്ടാവും. ആര് വേണേ ചൂസ് ചെയ്യാം, ആരോട് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, ഇത്ര ഓഡിയൻസിന് ഞാൻ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആരാണ് ആദ്യത്തെ പ്രസന്റ്? നമുക്ക് ഒരു ഞാൻ ഇട്ടിരിക്കുന്ന ഈ ടീഷർട്ട് ഒരു യെല്ലോ ടീഷർട്ട് ആയിട്ടാണ്.
യെല്ലോ ടീഷർട്ട് ആയിട്ടാണ് കേട്ടോ. യെല്ലോ ടീഷർട്ട് കേട്ടോ. താഴെ പോകുന്നുണ്ട് യെല്ലോ ആയിട്ടാണ് കേട്ടോ. ഓക്കെ, കണ്ട ഉടനെ സ്ലീപ്പിലേക്കാണ് പോകുന്നത്. 10, 9, 7, 6, 5, 4, 3, 2, 1, 0. ആയിട്ടിരിക്കുന്നത് യെല്ലോ ടീഷർട്ട്. 1, 2, 3 ഒക്കെ. ഹൈ ഏഞ്ചൽ, ടീഷർട്ട് കൊള്ളാവോ? എനിക്കൊരു പരിപാടിക്ക് ഇടാനോ. കളറ് ഓക്കെ ആണോ? എല്ലാ കളർ യെല്ലോ ഇസ് ഓക്കെ റൈറ്റ്? ഒരു മാരേജ് ഫംഗ്ഷൻ ഇടാനാ. ഇവിടെ നോക്കാം. ഇനി കണ്ണു തുറക്കുമ്പോ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന ദേവു കാണുന്നത് അമ്മയുടെ അമ്മയായിട്ടാണ്. ഇനി കണ്ണു തുറക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന ദേവുവിനെ കാണുന്നത് അമ്മയുടെ അമ്മയായിട്ടാണ്. ഇനി കണ്ണു തുറക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന ദേവുവിനെ കാണുന്നത് അമ്മയുടെ അമ്മയായിട്ടാണ്. പത്തും താഴെ എണ്ണുമ്പോഴേക്കും ബോണോട്ട് കാണുന്നത് അമ്മയുടെ അമ്മയാണ്. 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0. ഇനി കണ്ണു തുറക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന ദൈവനെ കാണുന്ന അമ്മയുടെ അമ്മയായിട്ടാണ്. ഹാപ്പി ആയിട്ട് സംസാരിക്കണം കേട്ടോ. 1, 2, 3 വെക്കാം. ഇതാരാ നോക്കിയേ? അയ്യോ അയ്യോ മമ്മി, എന്തിവിടെ? ഞാനെവിടെ? നിന്നെ പാമ്പ് അടിച്ചല്ലേ? എന്തെവിടെ? ഞാനെന്തെവിടെ? ശരി. മമ്മീന്റെ അടുത്തൊന്ന് ഹാപ്പി ആയിട്ട് സംസാരിച്ചേ. ഏഞ്ചൽ എവിടെ നോക്കി? എവിടെ നോക്കി? ഹാപ്പി ആയിട്ടൊന്ന് സംസാരിച്ചു. ഇവിടെ നോക്കാവോ? ഏഞ്ചൽ തന്നെ നോക്കാവോ? മമ്മി അവിടെ ഉണ്ട്. ഏഞ്ചൽ ഇവിടെ നോക്കിയേ. ഒരു മിനിറ്റ്, ഒരു കാര്യം പറയട്ടെ. എന്നെ നോക്കി, എന്നെ ലേക്ക് നോക്കി. ഇവിടെ നോക്കി. ഡീപ് ഓക്കെ. ഇനി കണ്ണു തുറക്കുമ്പോ റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന ഞാൻ എന്നെ കാണുന്നത് ലാലേട്ടനായിട്ട് കാണും. റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന ഞാൻ എന്നെ കാണുന്നത് ലാലേട്ടനായിട്ടാണ്. ഏഞ്ചലിനെ കാണാൻ വന്നേക്കുവാണ്. ഏഞ്ചൽ കാനഡയിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞിട്ട് വന്ന് കാണാൻ വന്നിരിക്കുക. 10, 9, 8, 7, 6, 5, 4, 3. എന്നെ കാണുന്നത് മോഹൻലാലായിട്ടാണ്. 2, 1, 0. എന്നെ കാണും. റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന എന്നെ കാണുന്നത് മോഹൻലാലായിട്ടാ. 1, 2, 3 വെക്കാം. ഹായ്, എന്താ മോനെ? സുഖമല്ലേ? സുഖം. ദൈവം ഏഞ്ചൽ വന്നു എന്ന് പറഞ്ഞാൽ ഒന്ന് കണ്ടിട്ട് എന്താണ് വിശേഷങ്ങൾ? സുഖം. ഷൂട്ട് പടം പുതിയ ബബ്ബ. അതെ, തിയേറ്റർ വിസിറ്റ്. ഇവിടെ ഇല്ല, ഫാമിലി ആയിട്ട് ഇപ്പൊ ചെന്നൈയിലാണ്. ഷൂട്ടൊക്കെ അനുസരിച്ച്. ഏതാണ് എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പടം? എല്ലാം ഒരു മേക്ക് ബിലീഫ് അല്ലേ മോനെ? സുഖം. ഹസ്ബൻഡ് ഉപദ്രവമൊന്നുമില്ല? വേറെന്തെങ്കിലും പറയാൻ? നോർമലി എനിക്ക് പോഡ്കാസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല.
ചടപടയുന്ന ഒരു കാര്യം പറയാറുണ്ട്. ബട്ട് ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് പോഡ്കാസ്റ്റ് സെക്ഷൻ ആയിരുന്നു. ടു ബി ഫ്രാങ്ക്, എനിക്ക് ആദ്യം നല്ല ഇത് വർക്ക് ആവോ എന്നൊക്കെയുള്ള ഒരു ഡൗട്ട്. എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, ഉള്ള കാര്യം പറയാലോ. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഇത് എങ്ങനെയാണ് എന്താണെന്നല്ല. അപ്പൊ റിയൽ കണ്ടപ്പോ എനിക്ക് ഭയങ്കര നല്ല ഹാപ്പി ആയി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വൈൻഡപ്പ് പറയുമ്പോൾ ഒരു സ്റ്റക്കും എനിക്ക് ഫീൽ ചെയ്യുന്നത്. ലൈക്ക് എങ്ങനെയാണ് എന്താണെന്നുള്ള ഒരു ഡയറക്റ്റ് കാണുമ്പോൾ, നമ്മൾ ഷോസ് ഒക്കെ കാണാറുണ്ടെന്നുണ്ടെങ്കിലും ലൈവായിട്ട് കണ്ടതിലും ഇവിടെ വന്ന് ഇങ്ങനെ ഒരു സംഭവം ഒരു എല്ലാവരും സൂപ്പർ എക്സൈറ്റഡ് ഹാപ്പി ആണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ചായ് ടോക്സ് വിത്ത് വൈബ് ഗുഡ് പോഡ്കാസ്റ്റിൽ ഷെയർ ചെയ്തതിൽ മല്ലു മെന്റലിസ്റ്റ്, താങ്ക് യു സോ മച്ച്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. പഠിത്തവും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചും കൂടി വലിയ വലിയ സ്റ്റേജ് പെർഫോമൻസും സ്റ്റേജ് ലെവലിലോട്ടൊക്കെ എത്താൻ സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച് ഗൈസ്. അപ്പം അടുത്തൊരു പോഡ്കാസ്റ്റിൽ നമുക്ക് കാണാം. ഞാൻ ടോട്ടലി ഇങ്ങനെ സ്റ്റക്ക് ആയിട്ടിരിക്കുകയാണ്. അത് കട്ട് ചെയ്തിട്ടുകൊണ്ട് എനിക്ക് വിഷ്ണുണ്ട് കുറെ കാര്യങ്ങൾ ചോദിക്കാനായിട്ട്. അപ്പൊ വീഡിയോ എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ബൈ ബൈ, ടേക്ക് കെയർ.